ഇത് ഫുഡിന്റെയാണെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിന്റെയാ ഡോക്ടറെ? ഇത് മെറ്റലിന്റെ അലർജി പോലെയാ തോന്നുന്നത്. മെറ്റലിന്റെ അലർജിയോ? ആ, ഈ ഇട്ടിരിക്കുന്നത് സ്വർണം തന്നെയാണോ? പിന്നെ അല്ലാതെ. ആ, ഞാൻ മുഖം കൊണ്ടോ ഒന്നും ഇടാറില്ല, ഇന്നുവരെ ഇട്ടിട്ടുമില്ല. സ്വർണത്തിനിങ്ങനെ അലർജി വരാറുണ്ടോ? എന്റെ അറിവിൽ ഇതുവരെ ഇല്ല. ഒന്നുകിൽ ഇത് മുക്കുകൊണ്ടോ, അത് തന്നെയാവാനാണ് സാധ്യത. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചൊറിയുന്നുണ്ടോ? അതില്ലല്ലോ. ഇല്ല, ഈ കയ്യിലും കഴുത്തിലും മാത്രമേ ഉള്ളൂ. ആ, അപ്പോൾ അത് തന്നെയാ. എന്തായാലും ഞാനൊരു ഓയിൽമെന്റും കഴിക്കാനുള്ള മരുന്നും തരാം. മാറുമെന്ന് നോക്കാം. ആ, തൽക്കാലം ഈ ആഭരണങ്ങൾ 1-2 ദിവസത്തേക്ക് ഇടണ്ട. നമുക്ക് നോക്കാലോ കുറയുന്നുണ്ടോന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണാമെന്ന്. ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. എടി, അയാൾക്ക് ചികിത്സിക്കാനൊന്നും അറിയില്ല, മുക്കുകൊണ്ടാണ് പോലും. എടി, ഞാൻ മുക്കുകൊണ്ടോ ഇല്ല എന്ന് നിനക്കറിയില്ലേ? ഡോക്ടർക്ക് തോന്നിയത് പറഞ്ഞു മുത്തശ്ശി. അതിലൊരു കാര്യം സത്യമല്ലേ? അല്ല, ഈ കയ്യിലും കഴുത്തിലും മാത്രമല്ലേ ചൊറിച്ചിലുള്ളൂ എന്ന് വെച്ച് ഇത് മുക്കുപണ്ടോ ആവുമോ? സ്വർണത്തിന്റെ മാറ്റം കുറഞ്ഞാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും മുത്തശ്ശി. ആ, അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ജ്വല്ലറി കയറി ഇത് ഗോൾഡ് തന്നെയാണെന്ന് നോക്കിയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് സ്വർണം തന്നെയാ. ആണ്, എന്നാലും അതൊന്നും ഉറപ്പുവരുത്തുന്നത് നല്ലല്ലേ മുത്തശ്ശി? അപ്പൊ അടുത്ത തവണ ഡോക്ടറെ കാണാൻ വരുമ്പോ ധൈര്യമായിട്ട് പറയാലോ ഇത് സ്വർണം തന്നെയാണെന്ന്. അത് വേണോ കൊച്ചേ? ഒന്ന് നോക്കിയേക്കാം മുത്തശ്ശി. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ശരി, നിന്റെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. വാ. ഉദ്ഘാടനം തകർത്തു കേട്ടല്ലോ സ്വാമി. എന്തു പറ്റി? എന്തിനാ അവിടെ പോലീസ് വന്നത്? എനിക്കറിയില്ല. അങ്ങനെ പറയല്ലേ. ഈ നാട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും അറിയുന്ന ആളല്ലേ സ്വാമി. ഇത് മാത്രം അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ? സ്വാമി അത് ചത്താലും പറയില്ല മോളെ. ഓഫീസിന്റെ ഉദ്ഘാടനം തങ്കച്ചിയെ കൊണ്ട് ചെയ്യിക്കാനല്ലേ നിശ്ചയിച്ചിരുന്നേ? അതല്ലേ നടക്കാതെ പോയത്? അപ്പൊ സ്വാമി അത് പറയൂ? ഓ, അത് ഞാൻ ഓർത്തില്ല. തങ്കച്ചിയാണല്ലോ ഇയാളുടെ ആരാധനാമൂർത്തി. ഞാനത് മറന്നു. അല്ല സ്വാമി, ഇനി തങ്കച്ചി എന്ത് ചെയ്യും? അവരായിരുന്നല്ലോ തങ്കച്ചിയുടെ വക്കീലന്മാര്. തങ്കച്ചി ഇനി പുതിയ ആളെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. വേണ്ടി വന്നാ കണ്ടുപിടിക്കും. വക്കീലുമാർക്ക് ക്ഷാമുള്ള നാടൊന്നുമല്ലല്ലോ നമ്മള്. കാശ് കൊടുത്താ ആരെ വേണമെങ്കിലും കിട്ടും. അപ്പോഴും തനിക്ക് വിഷ്ണുവും ചന്ദ്രയും ചെയ്തത് തെറ്റായി പോയെന്ന് സമ്മതിക്കാൻ വയ്യ അല്ലടോ? വിഷ്ണു ചെയ്തത് തെറ്റ് തന്നെ. കേട്ടതൊക്കെ സത്യമാണെങ്കിൽ. കേട്ടതൊക്കെ സത്യമാണ്. എങ്ക് തെറ്റ. ചന്ദ്ര, ആ കുട്ടി നിരപരാധി. അത് തന്നോടാര് പറഞ്ഞു? എന്തിനാ ആരെങ്കിലും പറയണം? തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ചന്ദ്രയെയും അറസ്റ്റ് ചെയ്യില്ലായിരുന്നോ? കുഴപ്പക്കാരൻ വിഷ്ണു, ചന്ദ്രയല്ല. ഇപ്പൊ തനിക്ക് തോന്നുന്നുണ്ടോ ഡാഡി ഉദ്ഘാടനത്തിന് പോവാതിരുന്നത് നന്നായിന്ന്? താൻ കുറെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. അദ്ദേഹം കടുപ്പിച്ച് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഡാഡി സ്വന്തം തീരുമാനം മാറ്റിയത്. പോയിരുന്നെങ്കി നാറിയനെ. ഇയാൾ ഒറ്റ ഒരുത്തനാ ഏട്ടനെ ആ ഏടാകൂടത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയത്. എന്ത് വേണമെങ്കിലും പറഞ്ഞു, എല്ലാം ഞാൻ കേൾക്കാം. എനിക്കിപ്പോ സമയദോഷം, അതുകൊണ്ടാണ് തൊട്ടത് മുഴുവൻ പഴയ്ക്കുന്നത്. അത് മാറും. അന്ന് ഞാൻ പറയണായിരിക്കും വില. എല്ലാരും എന്റെ വാക്കുകൾ അനുസരിക്കാൻ മത്സരിക്കും. കണ്ടോ? അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞേ?
വേറെ എന്ത് പറയാനാ? തോറ്റ് തൊപ്പിയിട്ടിരിക്കല്ലേ. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ സ്വയം ആശ്വസിക്കാൻ പറ്റൂ. അപ്പച്ചി അതൊന്നും കാര്യാക്കണ്ട. ആദ്യം ശരത്തിന്റെ കല്യാണം മുടങ്ങി, ഇപ്പൊ ഉദ്ഘാടനം മുടങ്ങി. ഇത് തിരിച്ചടികളുടെ കാലം എന്ന് വെച്ചാ നമ്മുടെ കാലം. സന്തോഷിക്ക്, നല്ലോണം സന്തോഷിക്ക്. ഒരു സംശയവും വേണ്ട, ഇത് സ്വർണ്ണമല്ല, മുക്കുകൊണ്ടാ. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല. ഒന്നുകൂടി നോക്കി. ഇതിൽ 1 ഗ്രാം പോലും സ്വർണ്ണമില്ല. അയ്യോ, എവിടെ കൊടുത്തോണെങ്കിലും ചെക്ക് ചെയ്യാം. അയ്യോ, എന്താ കൊച്ചി കേക്കുന്നേ? മുക്കോ? സ്വർണ്ണം എങ്ങനെയാ മുക്കാവുന്നേ? ആരെ എന്നെ ചതിച്ചേ? മുത്തശ്ശി, മുത്തശ്ശി വന്നേ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വാ. മുത്തശ്ശി നടക്ക്. പോട്ടെ, കരയില്ലേ? അമ്മ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് പറ. ഡോക്ടറല്ല പറഞ്ഞതേ, ജുവലറിക്കാരന്. ജുവലറിക്കാരോ? അതെ, മുത്തശ്ശി ഇട്ടിരിക്കുന്നത് മുഴുവനേ മുക്കുപണ്ടവാ. മുക്ക് ഡ്യൂപ്ലിക്കേറ്റ്. അതിന്റെ ചൊറിച്ചിലായി കാണുന്നേ. ഇനി എനിക്കിത് വേണ്ട. എന്തൊക്കെയമ്മ ഈ പറയുന്നേ? ഇതൊക്കെ എങ്ങനെ മുക്കാവും? അമ്മയുടെ ആഭരണങ്ങളല്ലേ, തനി സ്വർണം. എന്നെ ചതിച്ചു പാർവതി. എന്റെ സ്വർണം മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മൂക്കിന്റെ സ്വർണം കൊണ്ട് വെച്ചിരിക്കുക. ദൈവമേ, ആരാ ഈ പാപമൊക്കെ ചെയ്തത്? സംശയം എന്താ? പ്രഭാവതി അമ്മ. വെറുതെ അവരുടെ പേരൊന്നും പറയാൻ നിൽക്കണ്ട. അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാ പിന്നെ ശരത്തായിരിക്കും. അവനും അല്ല, അവനും ഈ നാറിയ പണിയൊന്നും ചെയ്യില്ല. പിന്നെ ആരവിടെ ചെയ്യാൻ? നീയാ ഇത് ചെയ്തത്. ദേ മുത്തശ്ശി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. 10 പൈസയുടെ ഗതിയില്ലാത്ത കാലത്ത് പോലും ഞാൻ മറ്റൊരാളുടെ ഒരു സാധനം പോലും എടുത്തിട്ടില്ല. പിന്നല്ലേ ഇപ്പോ? ഞാനല്ല അത് ചെയ്തത്. എന്റെ സംസ്കാരം അതൊന്നും അല്ല. സംസ്കാരത്തിന്റെ ഗുണമൊന്നും നീ പറയണ്ട. ഇത് ചെയ്തത് നീ തന്നെയാ. ഈ വീട്ടിലെ സ്വർണം മാറ്റിയെങ്കിൽ അതിന് കഴിയുന്ന ഒരാളെ ഈ വീട്ടിലുള്ളൂ, അത് നീയാ.